ഹായ് ഡിയേഴ്സ്, എന്താ എനിക്ക് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് സാറേ പ്രഡിക്ഷൻ എന്ന്. അപ്പോൾ ഈ പ്രഡിക്ഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എന്നാലും സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ പറഞ്ഞുതരാം. ഇത് തന്നെ വരുമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ കൂട്ടിയും കുറച്ചുള്ള അനാലിസിസ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ചോദ്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. എങ്ങനത്തെ ചോദ്യങ്ങൾക്ക്? നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പറയാൻ പോകുന്ന ഈ ചോദ്യങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ കാര്യം എന്ത് ചെയ്യുക, ജസ്റ്റ് നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത്, നോക്കുക. ഓക്കെ, ഞാൻ ആദ്യം SS2 എന്ന് തുടങ്ങാം. SS1 ഒരു 3 പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. SS1 കൂടുതൽ അറിയാത്തത് കൊണ്ട് തന്നെയാണ് SS2 ഞാൻ 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മുടെ സോളിസ്റ്റൈസ് ഇക്വിനോക്സ്. ഓക്കെ, അതായത് നമ്മുടെ സോളിസ്റ്റൈസും ഇക്വിനോക്സസും ആ ഡേറ്റുകൾ ഉണ്ടല്ലോ, അതായത് നമ്മുടെ അയനാന്ത ദിനങ്ങൾ എന്ന് നമ്മൾ പറയും, അയനാന്ത ദിനം. ഓക്കെ, അതുപോലെ വിഷുവങ്ങൾ, ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. വിഷുവങ്ങൾ, ഓക്കെ, ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. അത് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മളോട് ചോദിക്കാവുന്ന അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഗ്രീൻവിച്ച് ലൈൻ ഉണ്ടല്ലോ, ഗ്രീൻവിച്ച് ലൈൻ. ഓക്കെ, ഈ ഗ്രീൻവിച്ച് ലൈന് അതുപോലെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഇതാണ് ഞാൻ ഇതിൽ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതിനെ കൂടെ IST ഉണ്ട് കേട്ടോ, സ്റ്റാൻഡേർഡ് മെറിഡിയൻ്റെ ഭാഗം തന്നെയാണ് IST. അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏത് ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ തേർഡ് ചാപ്റ്ററിലേക്ക് പോയാൽ, 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയാവുന്നത് ഡിഫറെൻറ്റ് ലെവൽസ്. നിങ്ങൾക്കറിയാം ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, വിവിധ തലങ്ങൾ എന്ന് പറയും. ഓക്കെ, ഡിഫറെൻറ്റ് ലെവൽസ്, വിവിധ തലങ്ങൾ എന്നാണ് പറയാം. ഇൻഡിവിജ്വൽ ടേക്ക് എഫേർട്ട് ടു ഡെവലപ്പ് ദെയർ ഓൺ സ്കിൽ എന്ന് പറഞ്ഞ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് വിവിധ തലങ്ങൾ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, മറ്റൊരു ഏരിയ ആണ്. നോക്കാം, ലിസൺ. നമുക്ക് പോപ്പുലേഷൻ സ്റ്റഡീസിൻ്റെ ആവശ്യകത എന്താ? നീഡ് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസ്. ഓക്കെ, ആ പോപ്പുലേഷൻ സ്റ്റഡീൻ്റെ ഒരു ആവശ്യം, നീഡ് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. അതുപോലെ അടുത്തത് നിങ്ങളുടെ ബുക്കിൽ ഇങ്ങനെ ഒരു ഇംപ്രൂവ്ഡ് ഹ്യൂമൻ റിസോഴ്സ് എന്നും പറഞ്ഞിട്ട് ഒരു ചാർട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അതിൽ ആ 6 പോയിന്റ് ടോട്ടൽ ഉണ്ട്. അതിലൊരു 4 പോയിന്റ്സ് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, 4 പോയിന്റ്. ഇതാണ് അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ബാക്കിയുള്ള ഭാഗങ്ങൾ പഠിക്കേണ്ടെന്നല്ല, എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് ഒന്ന് നോക്കാം. ICDS മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ ഇത് 3ആണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്പ് എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്റർ എന്നുള്ള ചോദ്യങ്ങളാണ്. അത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട 3 കാര്യങ്ങൾക്കാണ്. ടോപ്പോഗ്രഫിക് മാപ്പും അതിൻ്റെ യൂസസും. ടോപ്പോഗ്രഫിക് മാപ്പ് ആൻഡ് യൂസസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് അടുത്തത് സിംബൽസ് ആൻഡ് കളേഴ്സ് എന്ന് പറഞ്ഞ ഭാഗമാണ്. സിംബൽസും കളേഴ്സിൻ്റെ ആ ഒരു ഭാഗത്ത് സിംബൽ തരും, അത് ചിഹ്നം തരും. ഓക്കെ, ചിഹ്നം തരും, അതിൻ്റെ നിറം എന്താണെന്ന് എഴുതാൻ പറയും, ചിഹ്നവും നിറം. ഓക്കെ, അതുപോലെ അടുത്ത് നമ്മളോട് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ്, അവിടുന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ഗ്രിഡ് റെഫറൻസ്. ഏതാണ് ഗ്രിഡ് റെഫറൻസ്? അതൊക്കെ ഇന്ന് രാത്രി ലൈവിൽ നമ്മൾ പറയും കേട്ടോ. ഗ്രിഡ് റെഫറൻസ് എന്താണ്, അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ, ഇന്നലെയും പറഞ്ഞതാണ്, മിനിയാന്ന് പറഞ്ഞതാണ്, എന്നാലും അതും കൂടെ ഒന്നുകൂടെ പറയും. ഓക്കെ, ഇനി നമുക്ക് 5ാമത്തെ ചാപ്റ്റർ നമ്മൾ എടുത്താൽ അവിടുന്ന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്, ഇതിൽ കോണ്ടൂർ ലൈനിൻ്റെ ആ ചിത്രം വരയ്ക്കുന്ന ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ കോണ്ടൂർ ലൈൻസിൻ്റെ യൂസസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 5ാമത്തെ ചാപ്റ്റർ നമ്മൾ എടുത്താൽ അതിൽ നിന്ന് നമുക്ക് 4 മാർക്കിൻ്റെ ചോദ്യമുണ്ട്. ഒരു 1+3 ആണ്, ഒരു 1 വേർഡും വരും, ഒരു 3 മാർക്കിൻ്റെ ചോദ്യമുണ്ട്. ഇവിടെ നമുക്ക് 2 ചോദ്യങ്ങളുണ്ട്, അതുകൊണ്ട് 3 ഭാഗം ഞാൻ പറയുന്നുണ്ട്. ഒന്ന് GST ആണ്, GSTയിൽ നിന്നൊരു ചോദ്യമുണ്ട്, ചിലപ്പോൾ 1 വേർഡ് ആകും. GST കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ ആരാണ്, അതൊക്കെ ചോദിക്കും. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ, GST ചോദിക്കാം. അതുപോലെ അടുത്ത് നമുക്ക് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ നോൺ ടാക്സ് റവന്യൂ ആണ്. ഏതാണ്? നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്ന ഭാഗം. ഇതുവരെ നമ്മുടെ മോഡലിനോ അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിനോ ചോദിച്ചിട്ടില്ല, നോൺ ടാക്സ് റവന്യൂ ആണ്. പിന്നെ അതുപോലെ അടുത്തത് വരാവുന്ന ഒരു ചാൻസ് ഫിസ്ക്കൽ പോളിസിയാണ്. ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞ ഭാഗം. നോൺ ടാക്സ് റവന്യൂ എന്ന് വെച്ചാൽ നികുതി ഇതര വരുമാനം എന്ന് പറയും, നികുതി ഇതര വരുമാനം. ഓക്കെ, വരുമാനം എന്ന് പറയുന്നത്. അതുപോലെ ഫിസ്ക്കൽ പോളിസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധനനയം എന്ന് പറയുന്നത്, ധനനയം. ഓക്കെ, ഇത് ശ്രദ്ധിക്കണം. GST എന്താണെന്ന് അറിയാലോ. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമുക്ക് ചോദ്യങ്ങളായിട്ട് വരും. ഇതെന്തായാലും ഇതിൽ ഏതൊക്കെ ഭാഗങ്ങളെ ചോദ്യങ്ങൾ എങ്ങനെ വരും, ഈ ചോദ്യങ്ങൾ എങ്ങനെ വരുന്നുള്ളത് ഇന്ന് രാത്രി 5 മണി, വൈകുന്നേരം 5 മണിക്ക് നിങ്ങൾ വന്നാൽ മതി. 5 PM ലൈവിൽ നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ, യെസ്. ഇനി അടുത്ത് നമ്മളിപ്പം 7ാമത്തെ ചാപ്റ്റർ എടുത്താൽ ഞാൻ ഒറ്റ വാക്കേ പറയുള്ളൂ. അതിൽ പ്രധാനമായിട്ടും ഹിമാലയാസ് എന്തായാലും നോക്കണം, നിർബന്ധമാണ്. ഇത് എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്, കാരണം ഏത് ഭാഗത്തും ചോദ്യം വരാം. ഹിമാലയാസിന് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്, അതുപോലെ ഹിമാലയം മൊത്തമായിട്ട്. അതുപോലെ നമ്മുടെ പെനിൻസുലാർ പ്ലാറ്റു ഇമ്പോർട്ടൻ്റ് ആണ്, അവിടെ 1 വേർഡ് വരാൻ ചാൻസ് ഉണ്ട്. പെനിൻസുലാർ പ്ലാറ്റു, പീഠഭൂമി. ആ പീഠഭൂമി എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് 1 വേർഡിന് നല്ല സാധ്യതയുണ്ട്. നദികളിൽ നിന്ന്
നിന്ന് വൺ വേർഡ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ കാലാവസ്ഥ എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നും നല്ലൊരു ചോദ്യത്തിന് സാധ്യതയുണ്ട്. കാലാവസ്ഥ അഥവാ ക്ലൈമറ്റ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഭാഗങ്ങൾ മറക്കരുത്, നിർബന്ധമായിട്ട് പോകണം. ഈ ക്ലൈമറ്റിൽ നമ്മൾ നിർബന്ധമായിട്ട് നോക്കേണ്ടത് ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതുപോലെ കോൾഡ് വെതർ സീസണാണ് ഇമ്പോർട്ടൻറ്റ്. കോൾഡ് വെതർ സീസൺ എന്ന് വെച്ചാൽ ശൈത്യകാലം എന്ന് പറയുന്നത്. പിന്നെ അറേബ്യൻ സീ ബ്രാഞ്ച്, ഏതാണ് അറേബ്യൻ സീ ബ്രാഞ്ച് മാത്രമായിട്ട്. ഓക്കെ, അത് ഞാൻ ഇന്നൊന്നും കൂടി ഞാൻ പറഞ്ഞുതരും, ലൈവിലങ്ങ് വന്നാൽ മതി. അറബിക്കടൽ ശാഖ എന്ന് പറയും. ഓക്കെ, ഈ അറബിക്കടൽ ശാഖ എന്തെയും നോക്കിയിട്ട് പോകാം. ഓക്കെ, യെസ്. ഇനി അതുപോലെ നമുക്ക് എന്താ പറയുക, എട്ടാമത്തെ ചാപ്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ, എക്കണോമിക് ജോഗ്രഫി, അത് സാമ്പത്തിക ഭൂമിശാസ്ത്രം. അവിടെ എടുത്താൽ നമ്മുടെ കാലങ്ങൾ, ഖാരിഫ് റാബി സെയ്ദ്. ഓക്കെ, കാർഷിക കാലങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗം. ഓക്കെ, ഖാരിഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, അറിയില്ലേ, ഖാരിഫ്, അതുപോലെ റാബി, അതുപോലെ സെയ്ദ്. അത് ജസ്റ്റ് നോക്കുക, വൺ വേർഡ് സാധ്യതയുണ്ട്. ലിസൺ. അതുപോലെ അടുത്ത് നമ്മൾ നേരെ പോകേണ്ടത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രോപ്സിലെല്ലാം നിങ്ങൾ നോക്കേണ്ട റൈസ്, വീറ്റ്, പിന്നെ എന്താ പറയുക കോട്ടൺ. ഇപ്പം എക്സാം മോഡലിനെ ചോദിച്ചുകൊണ്ട് ഫൈനലിന് സാധ്യത വളരെ കുറവ്, വൺ വേർഡിന് സാധ്യതയുണ്ട്. പിന്നെ കോഫി മറക്കരുത്, കോഫി എന്തായാലും നോക്കണം, ടീ നോക്കണം, അതുപോലെ റബ്ബർ മസ്റ്റായിട്ട് നോക്കണം, റബ്ബർ നിർബന്ധമാണ്, റബ്ബർ എന്തായാലും നോക്കണം. അത് ചുറ്റും മാറി ചോദിക്കലുണ്ട്. ഓക്കെ, ഇനി അവിടെ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് വെച്ചാൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകൾ. ഓക്കെ, ആ ഇരുമ്പുരുക്ക് ശാലകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏതൊക്കെയാണ് ഇരുമ്പുരുക്ക് ശാലകൾ? ടിസ്കോ. ഓക്കെ, അതായത് നമ്മുടെ VISL വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ്, ഭദ്രാവതി, കർണാടക. അതിൻ്റെ പ്രത്യേകത സൗത്ത് ഇന്ത്യയിൽ ആദ്യത്തേത് VISL ആണ്. പബ്ലിക് സെക്ടറിൽ ഏറ്റവും ആദ്യത്തേത് IACO, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ടിസ്കോ സ്വകാര്യ മേഖലയിൽ, പ്രൈവറ്റ് സെക്ടറിൽ ഏറ്റവും വലുതാണ്. ജസ്റ്റ് നോക്കിച്ചാൽ മതി. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത്, ഗതാഗതം എന്ന് പറഞ്ഞ ഭാഗത്ത് രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോഡുകൾ, ആ റോഡുകൾ നിങ്ങൾ നോക്കണം. അതേപോലെ നിങ്ങൾ നോക്കേണ്ടത് വാട്ടർ ട്രാൻസ്പോർട്ട്, ജലഗതാഗതം. ഓക്കെ, ഈ ജലഗതാഗതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്, ബെനിഫിറ്റ്. അതുപോലെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഏരിയാസ്, ഏതൊക്കെ മേഖലകളിലാണ്, ഏതൊക്കെ ഭാഗത്താണ് ജലഗതാഗതം ഉള്ളത്. കൃഷ്ണ, ഗോദാവരി ആൻഡ് ട്രിബ്യൂട്ടറീസ്, ബ്രഹ്മപുത്ര, ഗംഗ അതിൻ്റെ ട്രിബ്യൂട്ടറീസ്, ബക്കിംഗ്ഹാം കനാൽ, ആമണ്ടോയ്, സുവാരി, റിവേഴ്സ് ഓഫ് ഗോവ, ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്ന് പറഞ്ഞാൽ 4-5 പോയിന്റ്. അതിൽ 3 പോയിന്റ് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഇതേ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്റർ എന്നുള്ള. പിന്നെ പോർട്ട് എന്തായാലും മാപ്പ് മാർക്കിന് ചോദിക്കും. പിന്നെ കൺസ്യൂമറിൽ നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ കൺസ്യൂമർ ചീറ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയെന്നുള്ളതാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം. ഒരു കൺസ്യൂമർ, ഉപഭോക്താവ് കബളിപ്പിക്കപ്പെടുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്. പിന്നെ ആ കോടതികൾ, ഉപഭോക്തൃ കോടതികളുണ്ടല്ലോ, ആ ഒരു കൺസ്യൂമർ കോർട്ടുകൾ, കൺസ്യൂമർ റിട്രസൽ ഫോറംസ്, ആ 3 വേതെങ്കിലും ഒന്നും ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. സാധ്യതാ ചോദ്യങ്ങളാണ് നമ്മുടെ SS1-ലുള്ള, SS2-ലുള്ള. ഇനി SS1 നമ്മൾ എടുത്താൽ നിങ്ങൾക്ക് 2 റവല്യൂഷനാണ് അജ്സൽ സാർ എനിക്ക് പറഞ്ഞു തന്നത്, ഫ്രഞ്ച് പ്ലസ് റഷ്യൻ. ഇതാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കണം, ഇതാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ മെത്തേഡ്സ് ഇൻ സോഷ്യോളജി വീണ്ടും ചോദിക്കാൻ ചാൻസ്, ഇൻ്റർവ്യൂ ചോദിച്ചു. ഓക്കെ, ഈ മെത്തേഡ്സ് ഇൻ സോഷ്യോളജിയിലെ മെത്തേഡ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്ത് നമുക്കൊരു ചോദ്യമായിട്ട് ഇവിടുന്ന് ഒരു സാധ്യതയുള്ള ചോദ്യം ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് ആണ്. ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ്സ്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ്, ഇതാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഞാൻ കൽപ്പിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എനിവേ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളൂ. ഞാൻ ആദ്യമേ പറയുകയാണ്, ഇതൊരു മുൻകൂർ ജാമ്യമാണ്. ഇതിപ്പം വന്നില്ല എന്ന് വെച്ചാൽ എന്നെ ഒന്ന് ചീത്ത വിളിക്കാൻ നിൽക്കണ്ട. ഇതുവരെയുള്ള ഒരു അനാലിസിസ് പ്രകാരം ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, വളരെ കൂടുതലാണ്. ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം വരാതിരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ട സ്ഥിതിക്ക് നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി തന്നതാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക, ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങൾ വരും, 1 വേർഡ് ഏതാണ്, 3 മാർക്ക് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിലല്ല എന്തായാലും വരിക. എപ്പോഴാണ് വരേണ്ടത്? വൈകിട്ട് ഒരു 5 മണി നേരമാകുമ്പോൾ നമ്മുടെ ചാനലിലേക്ക് പോരുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്തോ. സമയം 5 മണിയാണ്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ടാറ്റാ, ബൈ, സീ യു സൂൺ.